Hi guys, welcome to Technical Browser. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ് വാട്സാപ്പ് ഹാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പലരുടെയും വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് വാട്സാപ്പ് ഹാക്ക് ചെയ്യാതെ നിങ്ങൾക്ക് അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാം, എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഫോൺ മറ്റൊരാൾ ഹാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് മറ്റൊരാൾ അയാളുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിലെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ അയാളുടെ ലാപ്ടോപ്പിൽ web.whatsapp.com എന്ന് സെർച്ച് ചെയ്താൽ അയാൾക്കൊരു QR കോഡ് ലഭിക്കും. ആ ഒരു QR കോഡ് നിങ്ങളുടെ ഫോണിൽ QR കോഡ് സ്കാനർ എന്ന വാട്സപ്പ് കാണാൻ പറ്റും. ആ ഒരു വാട്സപ്പിൽ QR കോഡ് സ്കാനർ നിങ്ങളെ ആ ലാപ്ടോപ്പിൽ സ്കാൻ ചെയ്താൽ ആ ലാപ്ടോപ്പിൽ നിങ്ങളുടെ വാട്സപ്പ് ലഭിക്കും. അതുപയോഗിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നു അതൊക്കെ അയാൾക്ക് ലഭിക്കും. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് അതിൽ തന്നെ ഒരു ഫീച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് മെസ്സഞ്ചർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ കാണാം. ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പ് വെബ് എന്ന് കാണാം. വാട്സപ്പ് വെബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് ഇൻ്റർഫേസ് വരിക. അപ്പം ഹാക്ക് ചെയ്യാത്തവരുടെ ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടാകും അതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് വരിക. ഹാക്ക് ചെയ്യപ്പെട്ടവരുടെ ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ അയാളുടെ ഫോണിൽ ഒരാൾ ഒരു കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ കാണാൻ പറ്റും. അത് എപ്പോഴാണ്, ഏത് സമയമാണ്, ഏത് ബ്രൗസർ ഉപയോഗിച്ചിട്ടാണെന്ന് അവിടെ കാണാൻ പറ്റും. അത് എങ്ങനെ നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലോഗൗട്ട് എന്ന് കാണാം. ആ ലോഗൗട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ലോഗൗട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഈ വാട്സപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ ഈ ഒരു ഹാക്ക് ചെയ്യപ്പെട്ട കമ്പ്യൂട്ടറിലുള്ള ലോഗൗട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ ലോഗൗട്ട് ആവില്ല, ആ കമ്പ്യൂട്ടറിലാണ് ലോഗൗട്ട് ചെയ്യുക. അപ്പോൾ രണ്ടാമതായിട്ടുള്ള ഒരാൾ നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അയാളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ അയാൾ വാങ്ങും. അതിനുശേഷം അയാളുടെ ഫോണിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അയക്കും. അപ്പം അതിനുശേഷം അയാൾക്കൊരു OTP നമ്പർ വരും. നിങ്ങളുടെ ഫോണിലാണത് വരിക. അപ്പോൾ നിങ്ങളുടെ ഫോൺ അയാളുടെ കയ്യിലാണ്. അപ്പോൾ ആ ഒരു പാസ്വേഡ് അയാൾക്ക് എളുപ്പത്തിൽ തന്നെ അയാൾക്ക് അത് ടൈപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോൺ അയാളുടെ കയ്യിലാണ്. അപ്പോൾ അയാൾക്ക് ആ ടെക്സ്റ്റ് മെസ്സേജ് നോക്കിയിട്ട് ആ OTP നമ്പർ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് അയാൾക്ക് വളരെ ഈസിയായി നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് അതിൽ തന്നെ ഒരു ഫീച്ചർ തന്നിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസ് കാണാം. ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് എന്ന് കാണാം. ആ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് കാണാം. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പിന്ന് ചോദിക്കും. ഈ പിൻ എന്തിനെന്ന് വെച്ചാൽ ഇനി മുതൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളുടെ നമ്പർ ചോദിക്കും. അതിനുശേഷം ആ നമ്പറിൽ ഒരു OTP നമ്പർ വരും. ആ OTP നമ്പർ നിങ്ങൾ അടിച്ചതിന് ശേഷം ഈ ഒരു പിൻ അടിക്കണം. എന്നാലേ ഇനി മുതൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു പിന്ന് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുള്ള ഒരു ഹാർഡായിട്ടുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ വെക്കുക. ഈ ഒരു പാസ്വേഡ് നിങ്ങൾ ആരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. അപ്പം അത് സെറ്റ് ചെയ്താൽ അത് കോൺഫേം ചെയ്യാൻ വേണ്ടി വീണ്ടും ആ പിന്ന് ചോദിക്കും. അപ്പം അത് കോൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇമെയിൽ അടിക്കാൻ പറയും. അപ്പം ആ ഇമെയിൽ എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്വേഡ് എപ്പോഴെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇമെയിൽ വെച്ച് നിങ്ങൾക്ക് അത് വീണ്ടും പാസ്വേഡ് തിരിച്ച് കിട്ടും. അപ്പം ഇത് നിങ്ങൾ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഹാക്കിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ 2 സ്റ്റെപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഹാക്കിങ്ങിനെല്ലാം നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.